ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ടെക്നോ പോവ 7 പ്രോ എന്ന് പറയുന്ന ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അതേപോലെ ടെക്നോ പോവ 7 5G എന്ന ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ, നമുക്കൊരു 10,000-15,000 രൂപ റേഞ്ചിലൊക്കെ നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ തരുന്നവരാണ് ടെക്നോ ടീം. സോ അവരുടെ ഏറ്റവും പുതിയ പോവ 7 സീരീസ് വരുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കണ്ടു നോക്കൂ. 10,000 താഴെയോ അല്ലെങ്കിൽ 10,000 റേഞ്ചിലൊക്കെ ഒരു ഫോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാമല്ലോ. എന്തായാലും ഈ ഐറ്റംസിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ ഒരു സംഭവം കൂടി അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് ഇങ്ങനൊരു സംഭവമാണ് ഇരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രോ ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ കേസിൻ്റെ പുറകിൽ ഒട്ടിക്കാനുള്ള സംഭവം ഒട്ടിച്ച് കാണിച്ചു തരാം. അതിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് പോവ 7 ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതായി കാണുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ എല്ലാ എയുടെ കാര്യമൊക്കെ എഴുതിക്കൊണ്ട് ഫോൺ ഇരിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. നന്നായിട്ടുണ്ട്. ഡിസൈനിലേക്ക് കൂടുതൽ വരാം. അതിന് മുമ്പ് ബോക്സിൽ ഡോക്യുമെൻറ്റേഷൻ, കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൂടാതെ ചാർജർ 45 വാട്ടിൻ്റെ ഇരിക്കുന്നുണ്ട്, ചാർജിങ് കേബിൾ ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിലുള്ളത്. പിന്നെ ഈ സിം ടൂൾ ഇത്തിരി നൈസ് ആയിട്ടുണ്ടല്ലേ, കൊള്ളാം. എന്തായാലും അത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് ടെക്നോ പോവ 7 നമ്മുടെ കയ്യിൽ കിട്ടി. 7 പ്രോയും കൂടി ഓപ്പൺ ചെയ്ത് കയ്യിലോട്ട് എടുക്കാം. ഈ കാണുന്നതാണ് പോവ 7 പ്രോ. നമ്മൾ ഓപ്പൺ ചെയ്തു, ഫോൺ കയ്യിലോട്ട് എടുത്തിരിക്കുകയാണ്. ഇതിൽ കേസ് ഉണ്ട്. കേസ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ പുറകിൽ ഈ പറഞ്ഞ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഈ സംഭവത്തിൻ്റെ ഉപയോഗം. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുമ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് ഉപയോഗിക്കാം. സോ അപ്പോൾ എന്തായാലും പ്രോ അവിടെ ഇരിക്കട്ടെ. നമുക്ക് 7 ബേസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. അതിനുശേഷം ബാക്കി എന്തൊക്കെ മാറ്റങ്ങൾ പ്രോയിലേക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. സോ അപ്പോൾ 7 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ 6.78 ഇഞ്ച് 144 ഹെർട്സിൻ്റെ ഫുൾ HD പ്ലസ് LTPS IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 900 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഉപയോഗിച്ച് നോക്കി. 8.8 mm ആണ് ഇതിൻ്റെ തിക്നസ് വരുന്നത്. സോ വല്ലാണ്ട് തിക്നസ് കൂടുതലെന്നോ കുറവെന്നോ ഒന്നും പറയാനില്ല. വെയിറ്റ് 207 ഗ്രാം വരുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ. ഓവറോൾ ഡീസെന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈനിന്റെ ഭാഗത്ത് ഒരു അട്രാക്ഷൻ കൂടിയുണ്ട്. ഇതിന്റെ റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂളിന് ചുറ്റും കാണുന്ന ഈ വൈറ്റ് ലൈൻ, ഇതൊരു ലൈറ്റ് സെറ്റപ്പ് ആണ്. അതായത് നമ്മുടെ സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് കോൾ വരുമ്പോൾ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചാർജ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന ഓപ്ഷനുകളെല്ലാം ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നൈസായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ലൈറ്റ് എഫക്റ്റ് കൂടി ഉണ്ട്. അതുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാവുന്നതാണ്. അതായത് അത് നൈസായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പറയാം. സോ നല്ല ഡിസൈനും നല്ല ഡിസ്പ്ലേയിൽ ഞാൻ ചില വീഡിയോസൊക്കെ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നല്ല നൈസായിട്ടുള്ളൊരു ഡിസ്പ്ലേ, വിഷ്വൽ ക്വാളിറ്റിയാണ്. വിഷയങ്ങളൊന്നുമില്ല, നൈസാണ്. നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഉപയോഗിച്ച് നോക്കിയതാണ്. സോ നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടക്കം. സോ ഡിസൈനും ഡിസ്പ്ലേയും നന്നായിട്ടുണ്ട്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞ് പരത്തുന്നില്ല. നമുക്കിതിൻ്റെ മെയിൻ സംഭവങ്ങളിലേക്ക് വരാം. AI ഫീച്ചേഴ്സ് ഒരുപാട് ഈ ഒരു പ്രൈസിന് തന്നെ 10 രൂപ, 12 രൂപ, 13 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല AI ഫീച്ചേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഒരുവിധം നല്ല AI ഫീച്ചേഴ്സ് ഉണ്ട്. ജസ്റ്റ് കുറച്ചാണ് ഞാനൊന്ന് പറയാം. എല്ലാ AI എന്ന് പറയുന്നത് ഇവരുടെ വോയിസ് അസിസ്റ്റൻ്റാണ് മെയിൻ സംഭവം. പുള്ളിക്കാരിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ എല്ലാ AI കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നൊന്നായിട്ട് ഞാൻ പറയാം. AI കോൾ അസിസ്റ്റൻറ്റ്. ഒരു കോൾ വരുമ്പോൾ നമുക്ക് ഈ AI കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് വേണ്ടുന്ന അസിസ്റ്റൻസും കാര്യങ്ങളും, കോൾ അറ്റൻഡ് ചെയ്യൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എല്ലാ AI ചെയ്തോളും. അതായത് AI ഓട്ടോ ആൻസർ, കോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യുന്ന പരിപാടി. പിന്നെ കോൾ സമ്മറി, കോൾ നടന്നു കഴിയുമ്പോൾ അതിനെ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് അതിൻ്റെ വിവരം എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് തരും. നോട്ട് ചെയ്യുന്ന കോളിനെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്, കോൾ ട്രാൻസ്ലേറ്റർ കൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന വേറെ ഭാഷയാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ലാംഗ്വേജുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസിന് ഇന്ത്യൻ ലാംഗ്വേജുകളടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം. വെറുതെ പറഞ്ഞു പോകല്ല, ആ സംവിധാനം അടക്കം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് ഒരു ഗുണമായിട്ട് പറയാം. എന്തായാലും AI കോൾ അസിസ്റ്റന്റ് ആണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. പിന്നെ AI റൈറ്റിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സമ്മറൈസ് ചെയ്യാനും അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാനും പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന AI റൈറ്റിംഗ് അസിസ്റ്റന്റും ഇതിനകത്ത് വരുന്നുണ്ട്. താഴെ അതുപോലെ തന്നെ എല്ലാതരം സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ടെക്സ്റ്റ് ജനറേറ്റർ, പ്രൂഫ് റീഡ്, സമ്മറൈസ്, ഫ്രണ്ട്ലി, പ്രൊഫഷണൽ, അങ്ങനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റി ടെക്സ്റ്റുകളൊക്കെ സമ്മറൈസ് ചെയ്ത് മറ്റൊക്കെ തരുന്ന സംവിധാനമാണ് റൈറ്റിംഗ് അസിസ്റ്റന്റ്. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പിന്നെ AI ഡോക്യുമെന്റ് അസിസ്റ്റ്, ഡോക്യുമെന്റ്സിനെയൊക്കെ സ്കാൻ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഡോക്യുമെന്റ് അസിസ്റ്റന്റും ഇതിനകത്ത് വരുന്നുണ്ട്. AI ഇറേസർ 2.0 വരുന്നുണ്ട്. അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ AI ഇമേജ് എക്സ്പാൻഡർ, ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ട് അതിന് കുറച്ചും കൂടി ഒന്ന് വൈഡർ ആക്കണമെങ്കിൽ അതിന് AI വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഗസ് ചെയ്ത് കൃത്യമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് ഒന്ന് വലുതാക്കി തരുന്ന സൗകര്യം. പിന്നെ സർക്കിൾ ടു സെർച്ച് പോലുള്ള സംഭവങ്ങൾ നമ്മൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് എനേബിൾ ആയി നമ്മൾ സർക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ എല്ലാവരും പറയുന്നില്ല. പിന്നെ AI വാൾപേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് വാൾപേപ്പർ ജനറേറ്റ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ. പിന്നെ AI ആർട്ട് ബോർഡ് ഉണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള പരിപാടികളൊക്കെ നടത്താം അത് വെച്ചുകൊണ്ട്, ആർട്ട് പരിപാടികൾ നടത്താം. പിന്നെ AI പ്രൈവസിയുടെ കാര്യത്തിലും AI ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ അധികം AI വേറെയും കിടക്കുന്നുണ്ട്. എന്നാലും മെയിൻ ആയിട്ടുള്ള നമുക്ക് ഉപയോഗപ്പെടുന്ന AI ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കുകയാണ്. അതിൻ്റെ ഡെമോയും ഞാൻ കാണിച്ചു.
എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് പറയാം. ഈ പ്രൈസിന് AI ഫീച്ചേഴ്സ് എല്ലാം കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുമോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ AI ഫീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ചില നല്ല നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ബെസ്റ്റ് നെറ്റ്വർക്ക് ഇവർ തരുമെന്നാണ് പറയുന്നത്. എനിക്ക് നെറ്റ്വർക്കിന് പ്രശ്നമൊന്നും തോന്നിയില്ല. അതായത് ഇൻ്റലിജൻറ്റ് സിഗ്നൽ ഹബ് സിസ്റ്റമാണ് വരുന്നത്. കുറച്ചുകൂടി നല്ല രീതിക്ക് സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും നല്ല സിഗ്നൽ എവിടെ നിന്നാണ് കിട്ടുന്നത് അത് പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളുമാണ്. 4x4 മെമോ ടെക്നോളജിയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ വേണമെങ്കിൽ നെറ്റ്വർക്കേ ഇല്ലാതെ കോൾ ചെയ്യാൻ കഴിയുന്ന ടെക്നോ ടു ടെക്നോ ഫോണുകളിലേക്ക് ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യുന്ന നോ നെറ്റ്വർക്ക് കോൾ സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ വേണമെങ്കിലും കോൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നെറ്റ്വർക്കിൻ്റെ ഭാഗത്തും കുറച്ച് നല്ല രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയും വലിയ തിരക്കേടില്ല. ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം സ്ക്രീനിൽ ഞാൻ ഇമേജുകൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫോട്ടോസാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാ ഫോട്ടോസ്. എന്തായാലും ഞാൻ എടുത്ത സാമ്പിളുകൾ മെയിൻ ക്യാമറയുടെ ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യണേ. വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതും മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക സംവിധാനം ക്യാമറയ്ക്ക് താഴെയുള്ളത് ക്യാമറയുടെ ഏറ്റവും അറ്റത്തായിട്ട് AIGC പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 4 ഫോട്ടോ എടുക്കും. അതിനുശേഷം അതിനെ ഇതിന് മോഡിഫൈ ചെയ്ത് വേറെ പല രീതിയിലേക്ക് ആക്കി തരുന്നൊരു സംവിധാനമുണ്ട്. സോ ഇങ്ങനെയൊക്കെ AIGC പോർട്രേറ്റിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ജസ്റ്റ് ഫോർ ഫൺ എടുത്ത് ഉപയോഗിച്ച് നോക്കുക. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾ കണ്ടു. ചില AIGC പോർട്രേറ്റുകൾ കണ്ടു. എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഫോണിൻ്റെ പെർഫോമൻസിക്ക് വന്നു കഴിഞ്ഞാൽ Dimensity 7300 പ്രോസറാണ്. 15000 രൂപ റേഞ്ചിൽ ഏറ്റവും നല്ല പ്രോസറായിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്. വിഷയമൊന്നുമില്ല. നൈസായിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ഐക്കൺസും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. തവണ അല്ലേ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ. എന്തായാലും പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രോസസർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നൈസായിട്ട് പെർഫോം ചെയ്യും. അസ്ഫാൾട്ട് ഗെയിം ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. അതിനും വേറെ വിഷയമൊന്നുമില്ല. LPDDR4X റാം വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ പ്രൈസ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഡീസൻ്റ് ആയ സെറ്റപ്പാണ്. പിന്നെ iOS 15 ആണ്. Android 15 ബേസ്ഡ് ആണ്. വേറെ വിഷയങ്ങളൊന്നും ഇതിൻ്റെ ഭാഗത്ത് എവിടെയും കാണാനില്ല. ഒക്കെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 6000 mAh ബാറ്ററിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ മറ്റുള്ള നോർമൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതായത് ഡൈനാമിക് പോർട്ട്, നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ ചാർജ് ചെയ്യുമ്പോഴൊക്കെ മുകളിൽ ആ ഒരു തെളിഞ്ഞ് വരുന്ന സംഭവം, അതേപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലോട്ടിംഗ് വിൻഡോ, അതുപോലെ ആപ്പ് ട്യൂൺ, അങ്ങനെയുള്ള എല്ലാവിധ നോർമൽ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇതൊക്കെ കുത്തിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എല്ലാ സംഭവങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ ഞാൻ കുറേ നേരം ഈ പ്രൈസിന് നല്ലതാണെന്ന് പറയുന്നു. അതായത് 8GB റാം 8GB റാം 128GB സ്റ്റോറേജിന്. റാം സ്റ്റോറേജിന് ഡീസൻ്റാണ്. 64GB സ്റ്റോറേജോ അല്ലെങ്കിൽ 4GB റാമൊന്നുമല്ല. 8GB റാം 128GB സ്റ്റോറേജിന് 12999. സോ ആ പ്രൈസിന് ആ റാം സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം വരും. ഇനി നിങ്ങൾക്ക് 8GB റാം 256GB സ്റ്റോറേജ് വേണം. 128 പോരാന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1000 രൂപ കൂടുതൽ കൊടുത്താൽ മതി. 13999 വരുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും നല്ല വാല്യൂ ഫോർ മണി എന്ന രീതിയിലുള്ളൊരു സ്പെക്കും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അതാണ് POVA 7 കുറിച്ച് പറയാനുള്ളത്. എല്ലാം തന്നെയും ആ ഒരു വില കൺസിഡർ ചെയ്യുമ്പോൾ റാം സ്റ്റോറേജിന് ആ പ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. POVA 7 Pro ഇതിൽ നിന്നും ഇത്തിരി അപ്ഗ്രേഡ് ആയ ഫോണാണ്. അതായത് 6.78 ഇഞ്ച് വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പ്രോസസർ Dimensity 7300 തന്നെയാണ്. അത് ആ പ്രൈസിലെ നല്ല പ്രോസസർ തന്നെയാണ്. ഒപ്പം തന്നെ 6000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യും. അതായത് വെറും 16900 രൂപയ്ക്ക് 8GB റാം 128GB സ്റ്റോറേജിന്റെ ഫോണിൽ വയർലെസ് ചാർജിങ് അടക്കം സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും തിരക്കേടില്ലാത്ത സെറ്റപ്പാണ്. സോ അപ്പോൾ അത്രയുമാണ് ഈ രണ്ട് ഫോണുകളെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. രണ്ട് ഫോണുകൾ സ്പെക്ക് വൈസ് നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. പ്രത്യേകിച്ചും ഇതൊക്കെ വയർലെസ് ചാർജിങ് എന്നൊക്കെ പറയുന്ന സെറ്റപ്പാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രണ്ടും കൊള്ളാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളവർ വാങ്ങിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.